തൃശൂരിൽ ശക്തി തെളിയിക്കാൻ കോൺഗ്രസ് വൈകിട്ട് നടക്കുന്ന മഹാജനസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ KPCCയുടെ പ്രഥമ യോഗവും തൃശൂരിൽ നടന്നു. യോഗത്തിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിട്ടുനിന്നു. അൽ അമീൻ ഉണ്ട് തൃശൂരിൽ നിന്ന്. അൽ അമീൻ, വൈകിട്ടാണ് മല്ലികാർജുൻ ഖാർഗെ എത്തിച്ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള KPCCയുടെ പ്രഥമ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും തരത്തിൽ ചർച്ചയായിരുന്നോ? ആരാണ് സ്ഥാനാർത്ഥി? കുറഞ്ഞത് തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് അവിടുത്തെ സാഹചര്യങ്ങളെങ്കിലും ചർച്ചയായോ? ബിന്നിൽ ഏതാണ്ട് 2.5 മണിക്കൂറോളം ഈ യോഗം നീണ്ടുനിന്നു. മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക്, പേരെടുത്തുള്ള ചർച്ചകളിലേക്കൊന്നും തന്നെ യോഗം കടന്നിട്ടില്ല. ഈ യോഗത്തിൽ KPCC വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, തന്നെ ഒഴിവാക്കണമെന്നൊരു ആവശ്യം ഈ യോഗത്തിൽ അദ്ദേഹം ഉന്നയിച്ചു. നേരത്തെ തന്നെ പരസ്യമായി അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് അത്തരമൊരു നിലപാട് പറഞ്ഞപ്പോൾ വ്യക്തിപരമായ ആ വിധത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്ന് നേതൃത്വം വിലക്കി. എന്ന് മാത്രമല്ല, പരമാവധി സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങി വരേണ്ടി വരുമെന്ന സൂചന കൂടി നേതാക്കൾ എംപിമാർക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സിറ്റിംഗ് എംപിമാർ ഇറങ്ങേണ്ടി വരുമെന്നുള്ള സൂചന. പക്ഷേ പല മണ്ഡലങ്ങളിലും പ്രതികൂല തരംഗം ഉണ്ട് എന്നുള്ള വാർത്തകളും സൂചനകളും സർവേ റിപ്പോർട്ടുകളും ഉള്ളത് ചില നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ ഒരു പുനർചിന്തനം നേതാക്കൾ നടത്തണം. അവിടെ സിറ്റിംഗ് എംപിമാരെ തന്നെ പരീക്ഷിക്കരുത്. അവിടെ പുതിയ ആളുകളെ പരീക്ഷിക്കേണ്ടി വന്നാൽ അത്തരം സാഹചര്യം പരിഗണിക്കണമെന്നൊരു ആവശ്യം ചില നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രധാനമായും കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥികൾ ആരാകണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ രണ്ടിടങ്ങളിലാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കണം എന്നൊരു താല്പര്യമാണ് നേതാക്കൾക്കൊക്കെയും ഉള്ളത്. KC വേണുഗോപാൽ മത്സരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ തീരുമാനിക്കുക. കണ്ണൂരിലും സമാനമായ രീതിയിൽ അവിടെ K സുധാകരൻ മത്സരിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. അവിടെ ആര് വേണമെന്നതടക്കമുള്ള കാര്യങ്ങളിലും വിശദമായ ചർച്ചകൾ, അന്തിമ തീരുമാനങ്ങൾ തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും. പക്ഷേ കണ്ണൂരിലും ആലപ്പുഴയിലും CPMന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്ന കാര്യത്തിൽ കൂടി ഒരു ചിത്രം വ്യക്തമായ ശേഷം ഒരു ധാരണയിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കും ചർച്ചകളിലേക്കും പോയാൽ മതി എന്നുള്ളതാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനമായി എടുത്തത്. സ്ഥാനാർത്ഥികൾ ഏതു മണ്ഡലത്തിൽ ആര് വന്നാലും വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നൊരു ആവശ്യം കൂടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സിറ്റിംഗ് എംപിമാരെ മാറ്റി പുതിയ ആളുകളെ പരീക്ഷിക്കുകയാണെങ്കിൽ ആ മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും പരിഗണന നൽകണമെന്നൊരു ആവശ്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നു. അതിനപ്പുറത്തേക്ക് പൊതുവായിട്ടുള്ള ചർച്ചകളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് യോഗത്തിൽ വിലയിരുത്തിയത്. ഇതിലേറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രഥമ യോഗമാണ് ഇന്ന് ചേർന്നത്. നിർണായകമായ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ആ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുത്തപ്പോൾ മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതുമില്ല. പക്ഷേ അതേസമയം വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഒരുപക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടിയും വരുന്നുണ്ട്. ഏതായിരുന്നാലും 2.5 മണിക്കൂർ നീണ്ട തെരഞ്ഞെടുപ്പ് സമിതി നേതാക്കൾ വൈകുന്നേരം സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് കോൺഗ്രസ് ഒരു ശക്തി പ്രകടനം എന്ന മട്ടിൽ തന്നെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടത്തുന്ന മഹാജനസഭയിലേക്കാണ് എല്ലാ കണ്ണുകളും. മല്ലികാർജുൻ ഖാർഗെ വൈകിട്ടോടുകൂടിയാണ് കൊച്ചിയിൽ വിമാനം ഇറങ്ങുക. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം? ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായിരിക്കുകയാണ്. 2:30-ക്കാണ് മല്ലികാർജുൻ ഖാർഗെ എറണാകുളത്ത് എത്തുക. അതിനുശേഷം 4:00-ഓടുകൂടി അദ്ദേഹം തൃശ്ശൂർ എത്തുകയും ചെയ്യും. 5 മണിയോടുകൂടി പരിപാടി ആരംഭിച്ചേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിലേറ്റവും പ്രധാനം പ്രവർത്തക സംഗമം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ നേതൃതലങ്ങളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റുമാർ മുതൽ ഇങ്ങോട്ട് KPCC അധ്യക്ഷൻ വരെയുള്ള സംസ്ഥാനത്തു നിന്നുള്ള AICC മെമ്പർമാർ ഉൾപ്പെടെ അങ്ങനെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃനിരയുടെ ഒരു പരിച്ഛേദമാണ് ഇന്ന് തേക്കിൻകാട് മൈതാനത്ത് സംഗമിക്കാൻ പോകുന്നത്. ഏതാണ്ട് 75,000-ന് മുകളിൽ ഭാരവാഹികൾ നേതൃത്വം ആ നിലയിലുണ്ട്. മുഴുവനും 1 ലക്ഷത്തോളം പ്രവർത്തകരുടെ പങ്കാളിത്തം എല്ലാ തലത്തിലും നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ട്. അതിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇറങ്ങി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു കിക്ക് ഓഫ് നടത്തിക്കൊണ്ട് മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ തൃശ്ശൂർ എല്ലാ അർത്ഥത്തിലും ശ്രദ്ധാകേന്ദ്രമാവുകയും BJPയും സുരേഷ് ഗോപിയും തൃശ്ശൂരിൽ എടുക്കാൻ ഉരുമ്പിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ അങ്ങനെ തൃശ്ശൂർ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ മഹാസമ്മേളനത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി ഈ പൊതുസമ്മേളനം, അത് മഹാജനസഭ എന്നുള്ള പേരിലാണ് കോൺഗ്രസ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. 5 മണിയോടുകൂടി ആ യോഗം ആരംഭിക്കും. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ തൃശ്ശൂരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേതാക്കളും അല്പസമയത്തിനകം തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തും. ഒരു ശക്തി പ്രകടനം തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രചരണങ്ങൾക്കുള്ള ഒരു കിക്ക് ഓഫ് കൂടിയാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.